വൈവിധ്യവും സങ്കീർണതയും കൊണ്ട് ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ റീറ്റെയിൽ വിപണി. ഈ വിപണിയിൽ പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെയും പലചരക്ക് സാധനങ്ങളുടെയും മേഖലയിൽ കാലക്രമേണ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റീറ്റെയിൽ രംഗം ആദ്യകാലത്ത് പരമ്പരാഗത ചെറുകിട കടകളിലായിരുന്നു തുടക്കമിട്ടത്. പിന്നീട് അത് ആധുനിക സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും ഒടുവിൽ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലേക്കും പരിണമിച്ചു. ഈ പരിണാമത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് മോർ റീറ്റെയിൽ. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് രാജ്യമൊട്ടാകെ ശ്രദ്ധേയമായ റീറ്റെയിൽ ശൃംഖലയായി മോർ വളർന്നു. പിന്നീട് ആഗോള ഭീമന്മാരുടെ പിന്തുണയോടെ പുതിയ പാതകൾ തേടിയ മോർ റീറ്റെയിലിന്റെ ദീർഘവും സംഭവബഹുലവുമായ കഥയാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. ഈ യാത്ര ഇന്ത്യൻ റീറ്റെയിൽ മേഖലയുടെ വളർച്ചയുടെയും വെല്ലുവിളികളുടെയും ഒരു നേർചിത്രമാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർ റീറ്റെയിലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1986 ത്രിനേത്ര റീറ്റെയിൽ എന്ന പേരിലാണ്. ഉപഭോക്താക്കൾക്ക് മികച്ച മൂല്യവും സേവനവും നൽകുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. അക്കാലത്ത് ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് റീറ്റെയിൽ മേഖല അതിന്റെ ശൈശവാവസ്ഥയിലായിരുന്നു. മിക്കവാറും എല്ലാ വ്യാപാരങ്ങളും പ്രാദേശികമായ കിരാന കടകളിലൂടെയും ഓപ്പൺ മാർക്കറ്റുകളിലൂടെയുമാണ് നടന്നിരുന്നത്. ഉപഭോക്താക്കൾക്ക് പരിമിതമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ലഭ്യമായിരുന്നത്. കൂടാതെ വളരെ ബേസിക് ആയുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഇതിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ത്രിനേത്ര റീറ്റെയിൽ ആധുനിക റീറ്റെയിൽ ഫോർമാറ്റുകളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്നത്. പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ് ത്രിനേത്ര റീറ്റെയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ത്രിനേത്ര എന്ന ബ്രാൻഡ് നാമത്തിൽ കടകൾ പ്രവർത്തിച്ചിരുന്നപ്പോൾ കർണാടകയിലും കേരളത്തിലും ഫാറ്റ്മാൾ എന്ന പേരിൽ അവർക്ക് സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. ഈ പ്രാദേശിക സമീപനം ഓരോ സംസ്ഥാനത്തിലെയും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ അവരെ സഹായിച്ചു. തുടക്കത്തിൽ ഏകദേശം 172 സ്റ്റോറുകൾ ഉണ്ടായിരുന്ന ത്രിനേത്ര റീറ്റെയിലിന് ഏകദേശം 220 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് ഉണ്ടായിരുന്നു. ഇത് അക്കാലത്തെ ഇന്ത്യൻ റീറ്റെയിൽ രംഗത്ത് ഒരു ചെറിയ സംരംഭത്തിന് ലഭിക്കാവുന്ന വലിയ വിജയമായിരുന്നു. ഉപഭോക്താക്കൾക്ക് ഒരേ മേൽക്കൂരയിൽ നിന്ന് വിവിധ തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യം, മെച്ചപ്പെട്ട വില, ശുചിത്വം എന്നിവയെല്ലാം ത്രിനേത്രയെ ജനപ്രിയമാക്കി. ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കടന്നുവരാൻ തുടങ്ങിയ ഒരു സമയത്താണ് 2007 പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ആദിത്യ ബിർള ഗ്രൂപ്പ് ത്രിനേത്ര റീറ്റെയിലിനെ ഏറ്റെടുക്കുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ റീറ്റെയിൽ രംഗത്തേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു അത്. ഈ ഏറ്റെടുക്കലോടെ ത്രിനേത്ര റീറ്റെയിൽ ആദിത്യ ബിർള റീറ്റെയിൽ ലിമിറ്റഡ് എന്ന പേരിൽ റീനെയിം ചെയ്യപ്പെട്ടു. കൂടാതെ അതിന്റെ സ്റ്റോറുകൾ മോർ എന്ന പുതിയ ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. മോർ എന്ന പേര് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങളും കൂടുതൽ വാല്യൂവും കൂടുതൽ സൗകര്യവും നൽകുന്നു എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കീഴിൽ മോർ റീറ്റെയിൽ അതിവേഗം വികസിച്ചു. രാജ്യത്തുടനീളം പുതിയ സൂപ്പർ മാർക്കറ്റുകളും വലിയ ഹൈപ്പർ മാർക്കറ്റുകളും തുറന്നു. 2008 മുതൽ 2012 വരെയുള്ള കാലയളവിൽ മോർ റീറ്റെയിലിന്റെ സ്റ്റോറുകളുടെ എണ്ണം 635 വർദ്ധിച്ചു. ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ റീറ്റെയിൽ രംഗത്തെ വലിയ നിക്ഷേപത്തെയും വളർച്ചാ തന്ത്രങ്ങളെയും എടുത്തു കാണിക്കുന്നു. അവർ വിപുലമായ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുകയും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും ഉപഭോക്തൃ സേവനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പലചരക്ക് സാധനങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും, പാൽ ഉൽപ്പന്നങ്ങൾ, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ അവർ ഉൽപ്പന്നങ്ങൾ ഓഫർ ചെയ്തു. 2015 ആദിത്യ ബിർള റീറ്റെയിൽ ലിമിറ്റഡ് ജൂബിലന്റ് അഗ്രി ആൻഡ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ ടോട്ടൽ സൂപ്പർ സ്റ്റോറുകൾ ഏറ്റെടുത്തു. ഇത് അവരുടെ വിപണി സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ മോർ റീറ്റെയിൽ പ്രവർത്തനങ്ങളിൽ നൂതനമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ചു. റീറ്റെയിൽ പരിവർത്തനത്തിലും പുനർനിർമ്മാണത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിന്റെ ഭാഗമായി 2016-17 കാലഘട്ടത്തിൽ റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റീഇൻവെൻഷൻ എന്ന വിഭാഗത്തിൽ വേൾഡ് റീറ്റെയിൽ അവാർഡ് നേടാൻ അവർക്ക് സാധിച്ചു. റീറ്റെയിൽ മേഖലയിലെ അവരുടെ പ്രവർത്തന മികവിനും നൂതന ചിന്തയ്ക്കുമുള്ള അംഗീകാരമായിരുന്നു ഇത്. എന്നിരുന്നാലും ഈ വളർച്ചാ കാലയളവിൽ ആദിത്യ ബിർള ഗ്രൂപ്പിന് റീറ്റെയിൽ മേഖലയിൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. റിലയൻസ് റീറ്റെയിൽ, ഫ്യൂച്ചർ ഗ്രൂപ്പ് തുടങ്ങിയ വലിയ കോർപ്പറേറ്റുകളും ഡിമാർട്ട് പോലുള്ള പുതിയ ഭീമന്മാരും ഈ മേഖലയിൽ ശക്തമായ മത്സരം സൃഷ്ടിച്ചു. കൂടാതെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവ് പരമ്പരാഗത റീറ്റെയിൽ ശൃംഖലകൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തി. ഉയർന്ന പ്രവർത്തന ചെലവും വിതരണ ശൃംഖലയിലെ സങ്കീർണതകളും കുറഞ്ഞ ലാഭമാർജിനുകളും റീറ്റെയിൽ ബിസിനസിനെ ലാഭകരമാക്കുന്നത് ബുദ്ധിമുട്ടാക്കി. ആദിത്യ ബിർള ഗ്രൂപ്പ് തങ്ങളുടെ പ്രധാന ശ്രദ്ധ ഫാഷൻ റീറ്റെയിലിംഗിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതോടെ മോർ റീറ്റെയിൽ വിൽക്കാൻ അവർ തീരുമാനിച്ചു. 2019 സമാര ക്യാപിറ്റലിന്റെയും ആമസോണിന്റെയും ഏറ്റെടുക്കൽ മോർ റീറ്റെയിലിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക അധ്യായം കുറിച്ചു. ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്ന് മോർ റീറ്റെയിൽ ശൃംഖലയെ ഏറ്റെടുക്കാൻ സമാര ക്യാപിറ്റലും ആഗോള ഇ കൊമേഴ്സ് ഭീമനായ ആമസോണും നേതൃത്വം നൽകുന്ന ഒരു കൺസോർഷ്യം തീരുമാനിച്ചു.
ബിഗ്സിക് അഡ്വൈസറി സർവീസസ് എന്ന സ്ഥാപനം വഴിയാണ് ഈ ഏറ്റെടുക്കൽ നടന്നത്. ഈ ഇടപാടിൽ സമാര ക്യാപിറ്റലിന് 51% ഓഹരികളും ആമസോണിന് 49% ഓഹരികളുമാണ് ഉള്ളത്. ഏകദേശം 4500 കോടി രൂപയുടെ ഇടപാടായിരുന്നു ഇത്. ഇത് ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിലെ ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നായി മാറി. ഈ ഏറ്റെടുക്കൽ ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ആമസോണിന്റെ ഓഫ്ലൈൻ റീറ്റെയിൽ രംഗത്തേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി ഇത് വിലയിരുത്തപ്പെട്ടു. ഇന്ത്യൻ വിപണിയിൽ, പ്രത്യേകിച്ച് പലചരക്ക് വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ആമസോണിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു ഇത്. മോർ റീറ്റെയിലിന്റെ നിലവിലുള്ള ഫിസിക്കൽ സ്റ്റോറുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സർവീസായ ആമസോൺ ഫ്രഷ് കൂടുതൽ ശക്തിപ്പെടുത്താൻ ആമസോൺ ലക്ഷ്യമിട്ടു. ഇത് ഒരു ഒമ്നി ചാനൽ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അതായത് ഉപഭോക്താക്കൾക്ക് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഷോപ്പിംഗ് അനുഭവം നൽകുക. ഏറ്റെടുക്കലിന് ശേഷം സമാര ക്യാപിറ്റലിന്റെ നേതൃത്വത്തിൽ മോർ റീറ്റെയിൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു. ഏകദേശം 70% സ്റ്റോറുകളും ദക്ഷിണേന്ത്യയിലായിരുന്നു. ഭക്ഷ്യവസ്തുക്കളും പലചരക്ക് സാധനങ്ങളുമായിരുന്നു പ്രധാന ഉൽപ്പന്നങ്ങൾ. കുറഞ്ഞ മാർജിനുകളുള്ള ഈ വിഭാഗത്തിൽ ഉയർന്ന അസറ്റ് ടേൺ ഓവർ വഴി അവർക്ക് ലാഭം നേടാൻ സാധിച്ചു. 25%-ലധികം പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങളും മോർ റീറ്റെയിലിനുണ്ട്. ഇത് അവരുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇന്ന് മോർ റീറ്റെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പലചരക്ക് റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ്. മോർ സൂപ്പർ മാർക്കറ്റ്, മോർ ഹൈപ്പർ മാർക്കറ്റ് എന്നിങ്ങനെ 2 പ്രധാന ഫോർമാറ്റുകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മോർ സൂപ്പർ മാർക്കറ്റുകൾ സാധാരണയായി ചെറുതും നഗരങ്ങളിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും റെസിഡൻഷ്യൽ ഏരിയകളിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പലചരക്ക് സാധനങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും എന്നിവ ഇവിടെ ലഭ്യമാണ്. മോർ ഹൈപ്പർ മാർക്കറ്റുകൾ വളരെ വലുതും പലചരക്ക് സാധനങ്ങൾക്ക് പുറമെ വസ്ത്രങ്ങൾ, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, ഇലക്ട്രോണിക്സ്, ടോയ്സ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഓഫർ ചെയ്യുന്നവയാണ്. 2024 അവസാനത്തെയും 2025 ആദ്യത്തെയും കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം 878 സൂപ്പർ മാർക്കറ്റുകളും 42 ഹൈപ്പർ മാർക്കറ്റുകളും മോർ റീറ്റെയിലിനുണ്ട്. 30 നഗരങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളും 12 നഗരങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും പ്രവർത്തിക്കുന്നു. ഈ സ്റ്റോറുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. ഫിസിക്കൽ സ്റ്റോറുകൾക്ക് പുറമെ മോർ റീറ്റെയിൽ തങ്ങളുടെ മൊബൈൽ ആപ്പ് വഴി ഓൺലൈൻ പലചരക്ക് സേവനങ്ങളും നൽകുന്നുണ്ട്. ആമസോൺ ഫ്രഷുമായുള്ള പങ്കാളിത്തം അവരുടെ ഓൺലൈൻ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മോർ റീറ്റെയിലിന്റെ പല സ്റ്റോറുകളും ഇപ്പോൾ ഫിസിക്കൽ ഔട്ട്ലെറ്റുകളായും ആമസോൺ ഫ്രഷിനായുള്ള ഫുൾഫിൽമെന്റ് സെന്ററുകളുമായും പ്രവർത്തിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് സ്റ്റോറിൽ നേരിട്ട് പോയി സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഓൺലൈനായി ഓർഡർ ചെയ്ത് വീട്ടുവാതിക്കൽ എത്തിക്കാനും സഹായിക്കുന്നു. 5 തൊട്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി നൽകാൻ 228 സ്റ്റോറുകൾക്ക് നിലവിൽ സാധിക്കുന്നുണ്ട്. ഇത് ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നു. മോർ റീറ്റെയിലിന്റെ ശ്രദ്ധ വേഗതയേറിയ ഡെലിവറിയേക്കാൾ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്ന ബാസ്ക്കറ്റ് ബിൽഡിംഗിലാണ്. അതായത് ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രതിമാസ അല്ലെങ്കിൽ പ്രതിവാര പലചരക്ക് ആവശ്യങ്ങൾ ഒറ്റയടിക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി മോർ പ്രവർത്തിക്കുന്നു. അവരുടെ ശരാശരി പലചരക്ക് ബിൽ ഏകദേശം 850 രൂപയാണ്. ഇത് ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ ഇരട്ടിയാണ്. ഉപഭോക്താക്കൾ മാസത്തിൽ 8 തവണയോളം മോർ സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് കമ്പനി പറയുന്നു. വിതരണക്കാരെ ആശ്രയിക്കാതെ ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു റിപ്ലനിഷ്മെന്റ് മോഡലാണ് അവർ പിന്തുടരുന്നത്. ഇത് കാര്യക്ഷമമായ ഇൻവെന്ററി മാനേജ്മെന്റിനും സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നു. മോർ റീറ്റെയിലിന്റെ സാമ്പത്തിക പ്രകടനം സമീപ വർഷങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിലെ കടുത്ത മത്സരം, പ്രത്യേകിച്ച് ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ, അതായത് 10 മിനിറ്റ് ഡെലിവറി പോലുള്ളവയുടെ അതിവേഗ വളർച്ച മോർ റീറ്റെയിലിന് വലിയ വെല്ലുവിളിയായി. ഈ പ്ലാറ്റ്ഫോമുകൾ നഗരങ്ങളിലെ ഉപഭോക്താക്കളുടെ ഷോപ്പിംഗ് ശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മോർ റീറ്റെയിലിന്റെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021-22 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ നെറ്റ് ലോസ് 402 കോടി രൂപയായി ഉയർന്നു. മുൻ വർഷം ഇത് 78 കോടി രൂപയായിരുന്നു. വരുമാനം 2% വർദ്ധിച്ച് 4867 കോടി രൂപയിലെത്തി. 2022-23 സാമ്പത്തിക വർഷത്തിൽ നെറ്റ് ലോസ് വീണ്ടും വർദ്ധിച്ച് 550 കോടി രൂപയായി. നെറ്റ് സെയിൽസ് 4507 കോടി രൂപയായി കുറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിൽ സ്റ്റാൻഡ് അലോൺ ഓപ്പറേറ്റിംഗ് ഇൻകം EBIT 8% കുറഞ്ഞ് 4148.6 കോടി രൂപയായി. എന്നിരുന്നാലും നെറ്റ് ലോസ് 532 കോടി രൂപയായി നേരിയ തോതിൽ കുറഞ്ഞു. ഈ നഷ്ടങ്ങൾക്കും വരുമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്കും പല കാരണങ്ങളുണ്ട്. ഉയർന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, വിതരണ ശൃംഖലയിലെ സങ്കീർണതകൾ, പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിനുള്ള നിക്ഷേപം,
ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെലവുകൾ എന്നിവയെല്ലാം കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിച്ചു. ലാഭകരമല്ലാത്ത സ്റ്റോറുകൾ അടച്ചുപൂട്ടേണ്ടി വന്നതും വരുമാനത്തെ ബാധിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ 141 സ്റ്റോറുകൾ അടച്ചുപൂട്ടുകയും 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 36 സ്റ്റോറുകൾ കൂടി അടച്ചുപൂട്ടുകയും ചെയ്തു. ഇത് ദീർഘകാല ലാഭക്ഷമത ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു. എന്നിരുന്നാലും 2024-25 സാമ്പത്തിക വർഷത്തിൽ മോർ റീറ്റെയിൽ വളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. മൊത്തം വിൽപ്പന ഏകദേശം 5000 കോടി രൂപയായി മുൻ വർഷത്തേക്കാൾ 11% വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തോടെ 6000 കോടി രൂപയുടെ മൊത്തം വിൽപ്പനയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ വളർച്ചയ്ക്ക് കാരണം ഓർഗാനിക് ഡെവലപ്മെന്റ്, അതായത് നിലവിലുള്ള സ്റ്റോറുകളിലെ വിൽപ്പന വർധനവ്, പുതിയ സ്റ്റോറുകൾ തുറക്കൽ, ഓൺലൈൻ വളർച്ച എന്നിവയാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ 60 കോടി രൂപയുടെ പോസിറ്റീവ് EBITDA നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇത് ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റിയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. 2027 സാമ്പത്തിക വർഷത്തോടെ കമ്പനി അറ്റാദായം നേടുമെന്നും മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. മോർ റീറ്റെയിൽ ഇപ്പോൾ ഒരു സുപ്രധാന ഘട്ടത്തിലാണ്. കമ്പനി ഒരു പബ്ലിക് ലിസ്റ്റിംഗിനായി, അതായത് ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്താൻ ഒരുങ്ങുകയാണ്. 2026 ഏപ്രിൽ മുതൽ ഡിസംബർ മാസങ്ങൾക്കിടയിൽ 2000 കോടി രൂപയുടെ IPO ലക്ഷ്യമിടുന്നു. പ്രാഥമികമായി പുതിയ ഓഹരികൾ പുറത്തിറക്കി മൂലധനം സമാഹരിക്കാനാണ് അവർ പദ്ധതിയിടുന്നത്. നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് ഓഹരികൾ വിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഓഫർ ഫോർ സെയിൽ ഘടകം കുറവായിരിക്കും. ഇത് കമ്പനിയുടെ ദീർഘകാല വളർച്ചയിലുള്ള പ്രൊമോട്ടർമാരുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. IPOയിലൂടെ സമാഹരിക്കുന്ന ഫണ്ട് പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾക്കും കടം കുറയ്ക്കുന്നതിനും ഉപയോഗിക്കും. നിലവിൽ ഏകദേശം 500 കോടി രൂപയുടെ കടമുള്ള കമ്പനി ലിസ്റ്റിംഗിന് മുമ്പ് ഇത് പകുതിയായി കുറയ്ക്കാനും IPOയ്ക്ക് ശേഷം കുറഞ്ഞ കടമുള്ള ഒരു സ്ഥാപനമായി മാറാനും ലക്ഷ്യമിടുന്നു. ഇത് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. മോർ റീറ്റെയിലിന് വളരെ വലിയ വികസന പദ്ധതികളാണുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്റ്റോറുകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ അവർ ലക്ഷ്യമിടുന്നു. 2026 സാമ്പത്തിക വർഷത്തോടെ 1000 സ്റ്റോറുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2030ഓടെ 3000 സ്റ്റോറുകളിലേക്ക് എത്താനാണ് ദീർഘകാല ലക്ഷ്യം. ഈ വികസനം പ്രധാനമായും ടയർ 2, ടയർ 3 നഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം ഈ നഗരങ്ങളിൽ ഓർഗനൈസ്ഡ് റീറ്റെയിലിന് വലിയ വളർച്ചാ സാധ്യതകളുണ്ട്. ഇതിനായി കമ്പനി തങ്ങളുടെ ഹൈബ്രിഡ് സ്റ്റോർ മോഡലിൽ ഫിസിക്കൽ സ്റ്റോറുകളും ഓൺലൈൻ ഫുൾഫിൽമെന്റ് സെന്ററുകളും വഴി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ മോഡൽ പരമ്പരാഗത ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോറുകളെക്കാൾ ഉയർന്ന ലാഭ മാർജിനുകൾ നൽകുന്നുണ്ടെന്ന് കമ്പനി പറയുന്നു. ആമസോൺ ഫ്രഷുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തും. നിലവിൽ 270 സ്റ്റോറുകൾ ആമസോൺ ഫ്രഷ് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത് 500 തൊട്ട് 600 സ്റ്റോറുകളായി ഉയർത്താനാണ് പദ്ധതി. ഇത് ആമസോണിന്റെ ഓൺലൈൻ പലചരക്ക് വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും മോർ റീറ്റെയിലിന് കൂടുതൽ ഉപഭോക്താക്കളെ നേടിക്കൊടുക്കുകയും ചെയ്യും. കൂടാതെ ഡാർക്ക് സ്റ്റോറുകൾ എന്ന ആശയം അവർ വികസിപ്പിക്കുന്നുണ്ട്. ഇത് ഓൺലൈൻ ഓർഡറുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്റ്റോറുകളാണ്. സാധാരണ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പ്രവേശനമില്ല. നിലവിൽ 40 ഡാർക്ക് സ്റ്റോറുകളുള്ള മോർ റീറ്റെയിൽ 2026 സാമ്പത്തിക വർഷത്തോടെ ഇത് 100 വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സ്ലോട്ടഡ് ഡെലിവറി മോഡലിലാണ് മോർ റീറ്റെയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ സൗകര്യമനുസരിച്ച് ഡെലിവറി സമയം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. ഇത് തിരക്കിട്ടുള്ള ഡെലിവറിക്ക് പ്രാധാന്യം നൽകാത്ത ഉപഭോക്താക്കൾക്ക് അനുയോജ്യമാണ്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റാനും മോർ റീറ്റെയിൽ തയ്യാറാണ്. ഡൽഹി, മുംബൈ പോലുള്ള തിരക്കേറിയ നഗരങ്ങളിലെ ചില സ്റ്റോറുകൾ അവർ അടച്ചുപൂട്ടി. പകരം ടയർ 2, ടയർ 3 നഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഹരിയാന, ദേശീയ തലസ്ഥാന മേഖല എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള അവർ ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് ഈ സാമ്പത്തിക വർഷം വികസിക്കാൻ പദ്ധതിയിടുന്നു. ഇത് അവരുടെ വിപണി വ്യാപ്തി വർദ്ധിപ്പിക്കും. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറിക്കൊണ്ട് റീറ്റെയിൽ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനാണ് മോർ റീറ്റെയിൽ ശ്രമിക്കുന്നത്. ഓൺലൈൻ, ഓഫ്ലൈൻ ലോകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ തന്ത്രം മാറിക്കൊണ്ട് റീറ്റെയിൽ ലാൻഡ്സ്കേപ്പിൽ വിജയിക്കാൻ അവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിൽ മോർ റീറ്റെയിൽ ഒരു പ്രധാന ശക്തിയായി തുടരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പലചരക്ക് വിഭാഗത്തിൽ അവരുടെ വികസന പദ്ധതികളും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഇന്ത്യൻ റീറ്റെയിൽ മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നൽകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.